ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ സെലക്ടർമാർ തീരുമാനിച്ചു. അതിൽ നമ്മുടെ ശ്രേയസ് അയ്യരുടെ പേരില്ല. ആരാണ് ശ്രേയസ് അയ്യർ? ഒരു സാധാരണ കായിക പ്രേമിയായ എനിക്ക് പോലും അറിയാം ശ്രേയസ് അയ്യരുടെ പ്രാധാന്യം. KKR കൊണ്ട് കപ്പിൽ മുത്തമിടിച്ചതും പഞ്ചാബിനെ കൊണ്ട് ഫൈനലിൽ എത്തിച്ചതും ആ ക്യാപ്റ്റന്റെ മികവൊന്നു തന്നെയാണ്. അതിലുപരി ആ ടീമിലെ മെമ്പർ എന്ന നിലയിൽ എൻ്റെ പെർഫോമൻസ്. ആ ശ്രേയസ് അയ്യരെയാണ് നിങ്ങൾ 15 അംഗ ടീമിലല്ല, സ്റ്റാൻഡ് ബൈ അടക്കം 20 പേരിൽ പോലും നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഖേദകരമായ സംഭവമാണ്. ഈ സെലക്ടർമാർ എന്ത് പാരാമീറ്റർ വെച്ചിട്ടാണ് ഈ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു നോർത്ത് ഇന്ത്യൻ ആയി ജനിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റിയുടെ ചില വ്യക്തി താല്പര്യങ്ങൾക്ക് കുടപിടിച്ചില്ലെങ്കിൽ നിങ്ങൾ അപ്പാടെ തള്ളിക്കളന്ന ഈ പ്രവണത ഈ ഇന്ത്യൻ സെലക്ഷൻ കമ്മിറ്റി മാറ്റിയില്ല എങ്കിൽ വിദൂരത്തിലല്ലാതെ ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട ക്രിക്കറ്റ് നമ്മൾ കൈവിട്ടു പോകും. ഇതിനു മുന്നേ നമുക്കറിയാം ഒരുപാട് ആൾക്കാരെ, മികവുറ്റ കളിക്കാരെ ഇവരെ തഴഞ്ഞത്. വീരേന്ദ്ര സേവാഗ് അടക്കം, ഇർഫാൻ പത്താൻ അടക്കം ഒരു നീണ്ട നിര തന്നെ ഉണ്ട് അതിനകത്ത്. അതേപോലെയാണ് ശ്രേയസ് അയ്യരുടെയും കാര്യം പോയി നിൽക്കുന്നതെന്ന് തോന്നുന്നു.